ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ്. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നു, അതിൻ്റെ ഫോമാറ്റ് നമ്മൾ നോക്കി, എക്സാമ്പിൾസും നമ്മൾ തന്നിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ പ്രസന്റ് ടെൻസിൻ്റെ തന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പം നമുക്ക് നോക്കാം. ആക്റ്റീവ് വോയിസിൽ പ്രസന്റ് കണ്ടിന്യൂസിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ആമോർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് 1 പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ് ആണ്. നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ആമോർ ഈസ് ഓർ ആർ. ആമോർ ഈസ് ഓർ ആർ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. ഇതെന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി വേർബ്സ് ആണ്. നമുക്ക് എത്ര ഓക്സിലറി വേർബ്സ് ഉണ്ട്? 24 ഓക്സിലറി വേർബ്സ് ഉണ്ട്. അതിനകത്ത് പെടുന്നതാണ് ആമോർ ഈസ് ഓർ ആർ. പ്ലസ് വേർബിന്റെ ഫസ്റ്റ് ഫോം. വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലസ് ing എന്ന് പറയുന്നത് ജെറണ്ട് ഫോം ആണ്. ing അറിയപ്പെടുന്നത് ജെറണ്ട് എന്നാണ്. ഇപ്പൊ ജെറണ്ട് ഫോം ആണ്. പ്ലസ് ഒബ്ജക്റ്റ്. ഈ ആക്റ്റീവ് വോയിസ് തന്നെയാണ് നമ്മളുടെ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ടെൻസിന്റെ ഫോമും. ഓക്കെ, ഇതിന്റെ യഥാർത്ഥ ഫോമാറ്റ് എന്ന് പറയുന്നത് തന്നെ ഇത് തന്നെയാണ്. സബ്ജക്ട് പ്ലസ് ആമോർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് 1 പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അതിന്റെ പാസീവ് വോയിസ് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു. പാസീവ് വോയിസ് വരുമ്പോൾ അതെന്തായി മാറി? ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നു. അപ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ആമോർ ഈസ് ഓർ ആർ. ഇവിടെയും എന്ത് തന്നെയാണ്? ഓക്സിലറി വെർബ്സ് തന്നെയാണ്. നമ്മൾ ഹെൽപ്പിംഗ് വേർബാണ് യൂസ് ചെയ്യുന്നത്. പ്ലസ് ബീയിങ്, പുതിയൊരാളെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ബീയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിയേ, വേർബ് 1ന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? ing ഫോം, ജെറണ്ട് ഫോം ആഡ് ചെയ്താണ് ഇപ്പം എന്തായത്? വേർബ് 1 പ്ലസ് ing ആയത്. പാസീവ് വോയിസിലൂടെ വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പാസീവ് വോയിസിൽ ഏതൊരു ടെൻസ് എടുത്താലും അതിന്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത് വേർബിന്റെ തേർഡ് ഫോം ആയിരിക്കും. ദാറ്റ് മീൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കും. അപ്പൊ അതിന് മുമ്പേ ഒരു ing ഫോം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കളയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ബീയിങ് എഴുതുന്നുണ്ട്. ബീയിങ് പ്ലസ് വേർബ് 3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഡിസ്കസ് ചെയ്തു. അപ്പം അത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതിന്റെ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ആമോ ഈസോ ആർ പ്ലസ് വെർബ് 1 പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ്. വെർബ് 1 വെർബിന് എത്ര ഫോംസ് ഉണ്ട്? 3 ഫോംസ് ഉണ്ട്. വെർബ് 1, വെർബ് 2 ആൻഡ് വെർബ് 3. വെർബ് 1 എന്ന് പറയുന്നത് എന്താണ്? പ്രസന്റ് ഫോം ആണ്. വെർബ് 2 എന്ന് അറിയപ്പെടുന്നത് എന്താണ്? പാസ്റ്റ് ഫോം ആണ്. വെർബ് 3 എന്ന് അറിയപ്പെടുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ വെർബിന്റെ തേർഡ് ഫോം 3 ഫോംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഫോമായ വെർബിന്റെ പ്യുവറസ്റ്റ് ഫോം ആയിട്ടുള്ള പ്രസന്റ് ഫോമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പ്ലസ് അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? ജെറണ്ട് ആയിട്ടുള്ള ing. അപ്പോൾ വെർബ് 1 പ്ലസ് ing പ്ലസ് ഒബ്ജക്ട്. പിന്നെന്താണ്? പാസീവ് വോയിസ് വരുമ്പോൾ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? ഹെൽപ്പിംഗ് വേർബ്സ് ആയ ഓക്സിലറി വേർബ്സ് ആയ ആമോ ഈസോ ആർ പ്ലസ് ബീയിങ്. BEING ആണ്, കൺഫ്യൂസ് ആവരുത്. BEEN അത് വരുന്നുണ്ട്. ഇവിടെ BEING ആണ്. ഇവിടെ ing ഫോം വന്നില്ലേ? അതുകൊണ്ട് തന്നെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ആ ing ഫോമിന് പകരം BEING പ്ലസ് വേർബിന്റെ തേർഡ് ഫോം. പാസീവ് വോയിസിൽ ഏതൊരു ടെൻസ് എടുത്താലും, അല്ലെങ്കിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ ഏതൊരു ടെൻസ് എടുത്താലും അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ വേർബിന്റെ തേർഡ് ഫോം ആയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. വെർബ് 3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. നോക്കിയേ, ഹി ഈസ് പ്ലേയിങ് ഫുട്ബോൾ. അതിനകത്ത് ഹി എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. ഈസ് എന്ന് പറയുന്നത് കണ്ടോ? ഓക്സിലറി വെർബ്. പ്ലേ എന്ന് പറയുന്നതാണ് എന്ത്? വെർബിന്റെ ഫസ്റ്റ് ഫോം. അതിനോട് എന്ത് ആഡ് ചെയ്തു? ജെറണ്ട് ആയിട്ടുള്ള ing, പ്ലേയിങ്. ഫുട്ബോൾ എന്ന് പറയുന്നതാണ് എന്ത്? ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഈസ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബ്, പ്ലേ എന്ന് പറയുന്നത് വെർബ് 1, ing പ്ലേയിങ് ആയി, ജെറണ്ട് ഫോം ചേർത്ത് പ്ലേയിങ് ആയി. ഒബ്ജക്ട് എന്ന് പറയുന്നത് എന്താണ്? ഫുട്ബോൾ ആണ്. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് പാസീവ് വോയിസിലോട്ട് ആക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റിനെ എഴുതണം. ഒബ്ജക്റ്റ് ഏതാണ് ഇവിടെ? ഫുട്ബോൾ. അപ്പോൾ ഫുട്ബോൾ എന്ന് നമ്മൾ എഴുതി. ഫുട്ബോൾ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഐ എന്ന് പറയുന്ന പോസസീവ് കേസ് ആണെങ്കിൽ ആം യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഒരു സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈസ് യൂസ് ചെയ്യും. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആർ യൂസ് ചെയ്യും. ഇവിടെ എന്താണ്? സബ്ജക്ട് സിംഗുലർ ആണ്. അതുകൊണ്ട് സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ഈസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫുട്ബോൾ ഈസ്. ഇനി എന്താണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് ആയിട്ട് ബീയിങ് ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ബീയിങ് എഴുതി. ബീയിങ് പ്ലസ് വെർബിന്റെ തേർഡ് ഫോം. പ്ലേ എന്ന് പറയുന്നതിന്റെ തേർഡ് ഫോം എന്താണ്? പ്ലേഡ് ആണ്.
വേർബ് 2 പ്ലേഡ് തന്നെയാണ്, വേർബ് 3 പ്ലേഡ് തന്നെയാണ്. അപ്പോൾ ഫുട്ബോൾ ഈസ് ബീയിങ് പ്ലേഡ്. ബാക്കി ഇനി എന്താണുള്ളത്? ബൈ ഉണ്ട്, അത് നമ്മൾ എഴുതി. പിന്നെ ഹി എന്ന് പറയുന്നത് എന്താകും? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഹി എന്നുള്ളത് മാറി എന്താകും? ഹിം ആകും. അപ്പൊ ആൻസർ എന്താണ് ഇവിടെ? ഫുട്ബോൾ ഈസ് ബീയിങ് പ്ലേഡ് ബൈ ഹിം. അപ്പൊ ഹി ഈസ് പ്ലേയിങ് ഫുട്ബോൾ എന്നുള്ളത് പാസീവ് വോയിസ് എഴുതുമ്പോൾ ഫുട്ബോൾ ഈസ് ബീയിങ് പ്ലേഡ് ബൈ ഹിം എന്നാകും. ഓക്കെ, അപ്പോൾ നമ്മൾ 3 എക്സാമ്പിൾസും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പ്രസന്റ് കണ്ടിന്യൂസിൽ. അപ്പം ഇതും കൂടി ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ടെൻസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദേ ആർ ലീവിങ് മീ. ദേ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത്? സബ്ജക്റ്റ്. ആർ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി വെർബ് ആണ്. ലീവ് എന്ന് പറയുന്നതാണ് എന്ത്? വെർബ് 1 പ്ലസ് ing ജെറൻഡ് ഫോം. മീ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത്? ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പാസീവ് വോയിസിലോട്ട് ആക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം മീ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മീ എന്തായി മാറും? ഐ ആകുമെന്ന്. അപ്പോൾ നമ്മൾ അതിനെ സബ്ജക്റ്റ് ആക്കുമ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഐ എന്ന് എഴുതുക. അപ്പം ഐ എന്ന് പറയുന്ന ഒരു കേസ് ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ആം വരുമോ, ഈസ് വരുമോ, ആർ വരുമോ? സംശയിക്കേണ്ട കാര്യമില്ല, ആം ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ എഴുതുക? ആം. ഇനി നമ്മൾ എന്താണ് എഴുതേണ്ടത്? ബീയിങ്. ഐ ആം ബീയിങ്. ഓക്കെ, ബീയിങ്. ഇനി വേർബിന്റെ തേർഡ് ഫോം, ലീവ് എന്ന് പറയുന്നതിന്റെ തേർഡ് ഫോം എന്താണ്? ലെഫ്റ്റ്. പിന്നെന്തുണ്ട്? ബൈ. ഡേ മാറി എന്താകും? ഡം ആകും. ഓക്കെ, അപ്പം ഇതാണ് ആൻസർ. ദേ ആർ ലിവിങ് മീ എന്നുള്ള ആ ഒരു സെന്റൻസിന്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത് ഐ ആം ബീയിങ് ലെഫ്റ്റ് ബൈ ദം എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത്? സബ്ജക്റ്റ്. ഈസ് എന്ന് പറയുന്നതാണ് എന്ത്? ഓക്സിലറി വെർബ്. ഹെൽപ്പ് എന്ന് പറയുന്നതാണ് വെർബ് 1, അതിവിടെ എന്താ എഴുതിയിട്ടുണ്ട്? ing ഫോം. അസ് എന്ന് പറയുന്നതാണ് എന്ത്? ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പം അസ് മാറി എന്താകും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. എന്താണത്? ബി ആകും. ബി. അപ്പോൾ എങ്ങനെ എഴുതുന്നത്? ബി ആദ്യം നമ്മൾ എഴുതുക സബ്ജക്റ്റ് ആയിട്ട്. ബി എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു പ്ലൂറൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അവിടെ ഈസ് യൂസ് ചെയ്യുമോ, ആം യൂസ് ചെയ്യുമോ, ആർ യൂസ് ചെയ്യുമോ? ആർ അല്ലേ യൂസ് ചെയ്യുന്നു. അപ്പൊ ബി കഴിഞ്ഞ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ആർ. ബി ആർ. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് വരേണ്ടത്? ബീയിങ്. ബീയിങ് എപ്പോഴും നമ്മൾ എഴുതണം കണ്ടിന്യൂസ് ഫോം ആണെങ്കിൽ, അല്ലെങ്കിൽ ing ഫോം ചേർന്ന് വരുന്ന ഒരു ടെൻസ് ആണെന്നുണ്ടെങ്കിൽ ബീയിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അത് എഴുതണം. ബീയിങ്, വി ആർ ബീയിങ്. പിന്നെ എന്താണ്? ഹെൽപ്പിന്റെ വെർബ് 3, ഹെൽപ്ഡ്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ എന്താണ് എഴുതേണ്ടത്? ബൈ. ഹി മാറി എന്താകും? ഹിം ആകും. ഓക്കെ, അപ്പൊ ആൻസർ എങ്ങനെയാണ്? ഹി ഈസ് ഹെൽപ്പിംഗ് അസ് എന്നുള്ളതിന്റെ പാസീവ് ഫോം വി ആർ ബീയിങ് ഹെൽപ്ഡ് ബൈ ഹിം എന്നുള്ളതാണ്. ഈ അടുത്ത ക്വസ്റ്റ്യൻ, ഐ എന്നുള്ളതാണ് ഇവിടുത്തെ എന്ത്? സബ്ജക്റ്റ്. ആം എന്നുള്ളതാണ് എന്ത്? ഓക്സിലറി വെർബ്. പ്ലക്ക് എന്നുള്ളതാണ് എന്ത്? വെർബ് 1, അതിലൂടെ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? ing ഫോം ആഡ് ചെയ്തു. ഫ്ലവേഴ്സ് എന്നുള്ളതാണ് ഇവിടുത്തെ എന്ത്? ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഫ്ലവേഴ്സ് എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഫ്ലവേഴ്സ് എന്ന് നമ്മൾ എഴുതി. ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലൂറൽ ഫോം ആയതുകൊണ്ട് തന്നെ അതിന് കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ആർ ആണ്. അപ്പോൾ ഫ്ലവേഴ്സ് ആർ. അത് കഴിഞ്ഞ് പിന്നെ എന്ത് യൂസ് ചെയ്യണം? ബീയിങ് എഴുതുക. ബീയിങ്. പ്ലക്ക് എന്നുള്ളതിൻ്റെ തേർഡ് ഫോം എന്ന് പറയുന്നത് പ്ലക്ഡ് ആണ്. അപ്പോൾ അത് എഴുതി. അപ്പോൾ ഫ്ലവേഴ്സ് ആർ ബീയിങ് പ്ലക്ഡ് ബൈ. ഐ മാറി എന്താകും? മീ ആകും. അപ്പൊ ആൻസർ എന്താണ്? ഫ്ലവേഴ്സ് ആർ ബീയിങ് പ്ലക്ഡ് ബൈ മീ. അപ്പം ഐ ആം പ്ലക്കിംഗ് ഫ്ലവേഴ്സ് എന്നുള്ളതിന്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് ആർ ബീയിങ് പ്ലക്ഡ് ബൈ മീ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ് ഈ ടെൻസിനെ ബേസ് ചെയ്തുള്ള 5 ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹി ഈസ് റോബിങ് അസ്. ഹി ഈസ് റോബിങ് അസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദേ ആർ പ്രൊമോട്ടിംഗ് ദ ബിസിനസ്. They are promoting the business. മൂന്നാമത്തത്, I am playing chess. I am playing chess. നാലാമത്തത്, she is singing a song. She is singing a song. അഞ്ചാമത്തത്, they are reading newspaper. They are reading newspaper. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക.